എല്ലാവർക്കും നമസ്കാരം. ഞാൻ വീണ്ടും ഒരു ക്ഷേത്ര ദർശനത്തിൻ്റെ വീഡിയോ ആയിട്ടാട്ടോ വന്നിരിക്കണേ. എൻ്റെ വേഷമൊക്കെ കാണുമ്പോഴേ എല്ലാവർക്കും അറിയാമല്ലോ, ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് എന്ന്. ആ സെറ്റും മുണ്ടൊക്കെ ഉടുത്തിട്ട് കാണുമ്പോഴേ എല്ലാവർക്കും എൻ്റെ വീഡിയോ വരുമ്പോഴേ അറിയാൻ പറ്റും, ഇവളിതാ ഇന്നും അമ്പലത്തിലേക്കുള്ളൊരു വീഡിയോ ആയിട്ടാണ് എന്ന്. അപ്പം ഞാൻ ഇന്നും അമ്പലത്തിലേക്ക് പോവാണേ. അമ്പലപ്പുഴ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. എൻ്റെ അമ്മയുടെ വീട് അവിടെയാണ്. അപ്പം അമ്പലപ്പുഴ അമ്പലത്തിലും പോയി. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലല്ലേ, എൻ്റെ വീട്ടിൽ ചെന്ന സമയത്ത് അവിടുന്ന് അച്ഛനും അമ്മയൊക്കെ ആയിട്ട് ഞങ്ങളൊന്ന് അമ്പലപ്പുഴ അമ്പലത്തിൽ പോയി വരാമെന്നും പറഞ്ഞിട്ട് അമ്പലത്തിലേക്ക് പോവാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസ് ഞാൻ എടുത്തതൊക്കെ ആയിട്ട് ഒരു വ്ളോഗായിട്ട് ചെയ്യുകയാണേ. ഞങ്ങൾ പോകുന്നത് ചതയത്തിൻ്റെ അന്നാണ്, ഞായറാഴ്ച. പക്ഷെ ഞങ്ങൾ ശനിയാഴ്ച പോകാമെന്നാണ് പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ നടന്നില്ല. ശനിയാഴ്ച കണ്ണന് സുഖമില്ലാണ്ടായതുകൊണ്ടിട്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങളുടെ യാത്ര ഞായറാഴ്ചത്തേക്ക് മാറ്റി വെച്ചായിരുന്നേ. ഞായറാഴ്ച പക്ഷേ അത് ഭയങ്കര തിരക്കായത് കൊണ്ടിട്ട് പോകണോ വേണ്ടിയോ എങ്ങനെയാണ്, പിന്നെ തീരുമാനിച്ചതല്ലേ പോയേക്കാന്നും പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഞായറാഴ്ച തന്നെ റെഡിയായി ഇറങ്ങി. അന്ന് ചതയവും കൂടി ആയതുകൊണ്ടിട്ട് റോട്ടിലൊക്കെ തിരിച്ച് വരുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കും. ഞങ്ങൾക്ക് അന്ന് തന്നെ എറണാകുളത്തേക്ക് തിരിച്ച് പോരേണ്ടതുമാണ്. പിറ്റേ ദിവസം കണ്ണന് സ്കൂളിൽ പോകണം, ഏട്ടന് ജോലിക്ക് പോകണം. അങ്ങനെ ഒട്ടും സമയമില്ലാത്തൊരു സമയത്തുള്ള പോക്കായിരുന്നു ഈ യാത്ര. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അമ്മയുടെ നാട് അവിടെയാണ് എന്ന്. പക്ഷേ അവിടെ ചെന്നാൽ അമ്മയുടെ കുറേ റിലേറ്റീവ്സ് ഉണ്ട്. എല്ലായിടത്തും കയറി ഇറങ്ങിയിട്ടാണ് ഞങ്ങൾ എപ്പോഴും വരാറ്. ഒരു പ്രാവശ്യം എപ്പോഴും പോകാറില്ലല്ലോ. പോകുന്ന സമയത്തൊക്കെ എല്ലായിടത്തും കയറി ഇറങ്ങി വരുന്നത് അങ്ങനെയാണ്, ഒരു സന്തോഷമല്ലേ എല്ലായിടത്തും പോയി വരൊക്കെ. അങ്ങനെ പക്ഷേ അന്ന് ഞങ്ങൾക്ക് തിരിച്ചിങ്ങോട്ട് പോരേണ്ടതായത് കൊണ്ടിട്ട് അമ്മ ചേച്ചിയുടെ അടുത്തായിരുന്നു. അമ്മേനെ കൊണ്ടുവരേണ്ടതായത് കൊണ്ടിട്ടും ഞങ്ങൾക്ക് തീരെ സമയം ഉണ്ടായില്ല. അപ്പോൾ അമ്മേനെ മാത്രം ഒന്ന് ഓടിപ്പോയി കണ്ട് വേഗം തന്നെ ഉച്ചയ്ക്ക് മുന്നേ തന്നെ തിരിച്ചെത്തണമെന്ന രീതിയിലാണ് ഞങ്ങൾ പോയത്. എന്താ വെച്ചാൽ ഈ ശ്രീനാരായണ ഗുരുവിൻ്റെ ജയന്തി ആയതുകൊണ്ടിട്ട് അന്ന് ജാഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, റോഡൊക്കെ ബ്ലോക്കായിരിക്കും. പിന്നെ റോഡ് പണി നടക്കുന്നതായത് കൊണ്ടിട്ട് തിരിച്ചെത്തുമ്പോഴേക്കും എന്തായാലും ഞങ്ങൾ രാത്രിയാകുന്നൊരു ഇതിൽ ഓടിപ്പിടിച്ചാൽ പോയതും വന്നതും ഒക്കെ. ഞായറാഴ്ചയും രാവിലെയൊക്കെ ആയത് കൊണ്ടിട്ട് വലിയ തിരക്കൊന്നും ഉണ്ടായില്ല കേട്ടോ റോഡിൽ. ഞങ്ങൾ വേഗം തന്നെ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ എത്തിയായിരുന്നു. അപ്പോൾ പാർക്കിങ്ങിലേക്ക് പോയി, പാർക്കിങ്ങിൽ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങളത് അമ്പലത്തിലേക്ക് നടക്കുകയാണേ. ഇതിനു മുമ്പ് ഇടയ്ക്കൊക്കെ ഇങ്ങനെ വരുന്നതായത് കൊണ്ടിട്ട് ഭയങ്കര ഇഷ്ടമാണ് ഈ അമ്പലത്തിൽ വരാനും കുറേ നേരം അവിടെ ഇരിക്കാനും ഒക്കെ. പക്ഷേ ഇപ്രാവശ്യം ഒന്നിനും നടന്നില്ല. സാധാരണ ഞങ്ങൾ വന്നിട്ട് അവിടെ കുറേ സമയം ഇരിക്കുകയും കുറച്ച് നേരം അവിടെ ചിലവഴിക്കുകയൊക്കെ ചെയ്യുന്നതാണേ. പക്ഷെ ഇന്ന് നടന്നില്ല. ഈ പ്രാവശ്യം വരവ് ഭയങ്കര ഒരു റഷായിട്ടുള്ള ഓടിപ്പിടിച്ചൊരു വരവും പോക്കുമായിപ്പോയി. അപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, ഭയങ്കര തിരക്കായിരുന്നു, നല്ല തിരക്കായിരുന്നു. അത്യാവശ്യം നല്ല ആളുകളും ബഹളവും ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് വലിയ കാര്യമായിട്ട് വീഡിയോസൊന്നും എനിക്ക് എടുക്കാനും പറ്റിയില്ല കേട്ടോ. കൺമണിയും ഭയങ്കര ബഹളമൊക്കെ ഉണ്ട്, വാശിയൊക്കെ ആയിരുന്നു കൺമണിക്കും. കണ്ണന് പിന്നെ ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കണ്ടതിൻ്റെ ആ ഒരു സന്തോഷത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക, എന്താ വാങ്ങണ്ടേന്നുള്ള ആലോചനയിലായിരുന്നു പുള്ളി. അപ്പം നമ്മളിപ്പോൾ പടിഞ്ഞാറേ നടയിൽ കൂടി അകത്തേക്ക് കയറി പോവുകയാണേ. പടിഞ്ഞാറേ നടയിൽ കൂടി. അപ്പോൾ രണ്ട് ഭാഗത്തുമായിട്ട് കുറേ കടകളൊക്കെ ഉണ്ട്. നമ്മൾ ഗുരുവായൂർ അത്രയും ഇല്ലെങ്കിലും, ഗുരുവായൂർ അമ്പലത്തിൻ്റെ അത്രയും ഇല്ലെങ്കിലും എന്നാലും ഉണ്ട്, അത്യാവശ്യ സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങാനൊക്കെ ഉണ്ട്. ഇത് അകത്തേക്കുള്ള നിവേദ്യത്തിനുള്ള സാധനങ്ങൾ, നമുക്ക് പൂജയ്ക്കായിട്ടും നമ്മുടെ പേരിൽ വഴിപാടായിട്ടും ഒക്കെ എടുക്കാനുള്ള സാധനങ്ങൾ പുറത്തുനിന്ന് തന്നെ നമുക്ക് കിട്ടും. വെണ്ണ അങ്ങനെ കാര്യങ്ങളെല്ലാം ഉണ്ട്. ത്രിമധുരം അങ്ങനെയുള്ള എല്ലാം നമുക്ക് ഇവിടെ നിന്ന് പുറത്തുനിന്ന് തന്നെ വാങ്ങിക്കൊണ്ട് അകത്തേക്ക് പോകാനുള്ള സൗകര്യമുണ്ട് കേട്ടോ. അതൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് നമുക്ക് കുട്ടികൾക്ക് കളിക്കാനുള്ള സാധനങ്ങളും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ അവിടെ പുറത്ത് തന്നെ കിട്ടും നമുക്ക്. അപ്പോൾ ഞങ്ങൾ അകത്തേക്ക് പടിഞ്ഞാറേ നടയിൽ നിന്ന് നടന്ന് അകത്തേക്ക് കയറിയിട്ട് ഇനി അങ്ങോട്ട് കുറച്ച് ഉള്ളിലേക്ക് കുറച്ചുകൂടി പോകാനുണ്ട് കേട്ടോ. അമ്പലപ്പുഴ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം എന്ന് പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടുള്ളതെന്ന് വെച്ചാൽ, പഴയ നാട്ടുരാജ്യമായ ചെമ്പകശ്ശേരി എന്ന് പറഞ്ഞ നാട്ടുരാജ്യത്തെ ഭരണാധികാരിയായിരുന്ന പൂരാടം തിരുനാൾ ദേവനാരായണൻ എന്ന് പറയുന്ന രാജാവാണ് അമ്പലം പണി കഴിപ്പിച്ചതെന്നാണ് കേട്ടിട്ടുള്ളത്. പിന്നെ ഇവിടെ മീനമാസത്തിലെ തിരുവോണം നാളിലാണ് അമ്പലപ്പുഴ ആറാട്ട് നടക്കുന്നത്. അത് ഭയങ്കര വലിയൊരു ആഘോഷമാണ്, വലിയ ഉത്സവം പോലെയാണ് കേട്ടോ ആറാട്ട് എന്ന് പറഞ്ഞാൽ. അമ്പലപ്പുഴ ഉള്ളവർക്കൊക്കെ ഞങ്ങൾ കുഞ്ഞിലേക്ക് വരാറുണ്ട് അമ്പലപ്പുഴ ആറാട്ടിന്. എൻ്റെ അമ്മയുടെ അനിയത്തിമാരുടെ വീടും മാമൻ്റെ വീടും എല്ലാം ഇവിടെ തന്നെയാണ്. അപ്പോൾ അമ്മയുടെ എല്ലാ റിലേറ്റീവ്സും ഇവിടെയാണ്. അപ്പോൾ ഇവിടെ വന്നാൽ ഒരു ഉത്സവം പോലെ നമുക്ക് ഭയങ്കര ആഘോഷത്തിൽ ഈ ആറാട്ടെന്ന് പറയുന്ന ഒരു മെയിനാണ് ഇവിടുത്തെ അമ്പലപ്പുഴ ആറാട്ടെന്ന് പറഞ്ഞാൽ. പിന്നെ ഇവിടുത്തെ പാൽപ്പായസം അറിയാത്തവരാരും ഉണ്ടാവില്ലല്ലോ. അമ്പലപ്പുഴ പാൽപ്പായസം എന്ന് കേൾക്കാത്തവരും ഉണ്ടാവില്ല, ആ രുചിയൊന്നും അറിയാത്തവരും ഉണ്ടാവില്ല. അമ്പലപ്പുഴയെന്ന് കേൾക്കുമ്പോഴേ ആദ്യം മനസ്സിലേക്ക് എല്ലാവർക്കും ഓടി വരാ പാൽപ്പായസമായിരിക്കും അല്ലേ. അപ്പം എനിക്കും ഭയങ്കര ഇഷ്ടമാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. ഞങ്ങളുടെ ചിറ്റപ്പന്മാരൊക്കെ അത് നടത്തിയിട്ട് പാൽപ്പായസം വഴിപാടൊക്കെ നടത്തി കൊണ്ടുവന്ന് തരാറൊക്കെ ഉണ്ട്. ഇപ്പം ഞങ്ങൾക്ക് ചെന്ന് വാങ്ങാൻ പറ്റില്ലെങ്കിലും വീട്ടിൽ കൊണ്ടുവന്ന് തരും. അങ്ങനെ മിക്കവാറും ഒക്കെ കുടിക്കാനും ഒക്കെ ഭാഗ്യം കിട്ടാറുണ്ട് കേട്ടോ അമ്പലപ്പുഴ പാൽപ്പായസം.
ഞാൻ പറഞ്ഞില്ലേ നല്ല തിരക്കായിരുന്നു അന്ന്. ഉള്ളിൽ കയറി തൊഴാൻ പറ്റുമോയെന്ന് ഒരു ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമുണ്ടായില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ നമുക്ക് കയറാൻ പറ്റിയായിരുന്നു കേട്ടോ. ദാ ഇവിടെ ക്ഷേത്രക്കുളത്തിൽ നിറയെ മീനുകളാണ്. ഭയങ്കരമായിട്ട് അധികം ഇങ്ങനെ നമ്മളങ്ങോട്ട് കാല് കഴുകാനായിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോഴേ ഓടി ഇങ്ങോട്ട് വരും. പക്ഷേ എന്തെങ്കിലും കയ്യിൽ മലരോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ഇട്ട് കൊടുത്തിരുന്നെങ്കിൽ ഇതിൽ നല്ല ഭംഗിയിൽ ഇങ്ങനെ ഇത് ഓടി വന്നിങ്ങനെ കഴിക്കാനൊക്കെ വരുന്നത് കാണാനൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. എൻ്റെ കയ്യിൽ മലരൊന്നും ഉണ്ടായില്ല. അത് കഴിഞ്ഞപ്പോൾ അപ്പുറത്ത് നിന്നൊരു ചേച്ചി ഇങ്ങനെ ഇടണ കണ്ടപ്പോഴാണ് ഞാൻ ഓർത്തത്, ഓ ഇത് ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. അത് കഴിഞ്ഞ് പിന്നെ ആ ഇടണ സമയത്തേക്ക് ഞങ്ങൾ കൺമണിയായിട്ട് ഞാൻ പിന്നെ ഒന്നുകൂടി, ഇത് ആദ്യം ഞാൻ കാല് കഴുകി വന്നതാ, പിന്നെ ഞാൻ അത് കാണിക്കാനായിട്ട് അവളെ ആയിട്ട് പോവുക. അത് കാണിച്ചിങ്ങനെ മീൻ വന്ന് അത് കൊത്താൻ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ കാണാമല്ലോ, നമുക്ക് അടുത്ത് കാണാമല്ലോ എന്ന് വെച്ചിട്ട് കൊണ്ടുപോയി കാണിക്കാനായിട്ട് കൊണ്ടുപോയതാ. കൂടെ കണ്ണനും ഉണ്ട്, ഇപ്പുറത്തെ സൈഡിൽ കണ്ണനും വരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് പേരിങ്ങനെ മലരൊക്കെ ആയിട്ട് വന്നിട്ട് ഇതാ മീനിന് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാനായിട്ട് ഞങ്ങൾ അവിടെ വന്ന് നിന്നിട്ട് അത് കണ്ടുകൊണ്ടിരിക്കുക. നല്ല രസമായിരുന്നു അത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് നമ്മുടെ അമ്പലപ്പുഴ ക്ഷേത്രം വരുന്നത്. ഇവിടെ പൂജയൊക്കെ നടക്കുന്നത് രാവിലെ, പൂജയുടെ സമയം എന്ന് പറഞ്ഞാൽ രാവിലെ 3 മണിക്ക് നട തുറക്കും. 3 മണി തൊട്ട് 12 മണി വരെ ഉണ്ടാവും. അത് കഴിഞ്ഞ് വൈകുന്നേരം 5 മണി തൊട്ട് 7:45 വരെയും ആണ് നമുക്ക് ക്ഷേത്ര ദർശനം നടത്താനായിട്ടുള്ള സമയമൊക്കെ. ആ സമയത്താണ് നമ്മൾ വരുന്നത്. പിന്നെ ഞങ്ങളിത് ആ ക്ഷേത്രക്കുളത്തിൽ കാലൊക്കെ കഴുകി പ്രസാദമൊക്കെ വാങ്ങാനായിട്ട് അതിനുള്ള ത്രിമധുരവും കാര്യങ്ങളൊക്കെ ആയിട്ട് അകത്തേക്ക് കയറാനായിട്ട് നിൽക്കുകയാണ്. പിന്നെ തിരക്കായത് കൊണ്ടിട്ട് എന്ത് ചെയ്യും, കയറാൻ പറ്റുമോ, ഭയങ്കര ക്യൂ ആയിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ പതുക്കെ അങ്ങോട്ട് ചെന്ന് പതുക്കെ ക്യൂ വേഗം മാറി മാറി പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കയറി തൊഴുത് എല്ലായിടത്തും പിന്നെ ഇറങ്ങിയിട്ട് മൊത്തത്തിലൊന്ന് അപ്പുറത്ത് ഗുരുവായൂർ നടയൊക്കെ ഉണ്ടല്ലോ, അങ്ങോട്ടൊക്കെ പോയി തൊഴാനായിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ നോക്കായിരുന്നേ. ഇവിടെ അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ തന്നെ ഗുരുവായൂരപ്പനും ഉണ്ട് കേട്ടോ. എല്ലാവർക്കും അറിയാമല്ലോ, എന്നാലും ഞാൻ പറയുകയാണേ. ഇവിടെ ഗുരുവായൂർ നടയെന്ന് പറഞ്ഞിട്ട് ഒരു ക്ഷേത്രമുണ്ട്. ക്ഷേത്രമല്ല, ഭഗവാനെ ഗുരുവായൂർ നടതാ അവിടെ ഇരുത്തിയിരിക്കുന്നുണ്ട് ഗുരുവായൂരപ്പനെ. എന്താണെന്ന് വെച്ചാൽ പണ്ട് ഈ ബ്രിട്ടീഷ് ഭരണകാലത്ത് ടിപ്പു സുൽത്താൻ ഗുരുവായൂർ ക്ഷേത്രം ആക്രമിക്കാൻ വന്നതെന്നാണ് ഒരു ഐതിഹ്യം പോലെ പറയപ്പെടുന്ന, അങ്ങനെയാണ് കേട്ടിരിക്കുന്നത്. ആ സമയത്ത് ഗുരുവായൂരപ്പനെ സേഫായിട്ട് കൊണ്ടുവന്ന് ഈ അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ ഇരുത്തിയെന്നാണ് പറയുന്നത്. ആ സ്ഥലമാണ് ഗുരുവായൂർ നട എന്ന് പറയുന്നത്. അതാ ഈ ചേച്ചി ഇവിടെ ഇരുന്നിട്ട് കുഞ്ഞുങ്ങൾക്ക് കണ്ണീർ കിട്ടാതിരിക്കാനോ എന്താണോ ഇങ്ങനെ ആ കുഞ്ഞാവ അത് കണ്ടിട്ട് ഭയങ്കര എന്താ സംഭവം എന്നിങ്ങനെ നോക്കിയിരിക്കും. ഞാൻ കുറച്ച് നേരം അത് കണ്ടുകൊണ്ട് നിന്നിട്ട് നല്ല രസമുണ്ട്. ആ വാവ അതിങ്ങനെ ആസ്വദിക്കുക, എന്താ ചെയ്യണേന്ന് അവൾക്ക് മനസ്സിലാവണുണ്ടോ ഇല്ലയോ, എന്നാലും എന്തോ ഭയങ്കര സന്തോഷത്തിൽ അത് ഇങ്ങനെ ആസ്വദിച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ തൊഴുത് ഉള്ളിൽ കയറി തൊഴുതിട്ടൊക്കെ ഇറങ്ങിയിട്ട് പിന്നെ പ്രസാദം വാങ്ങാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. പക്ഷേ ഞങ്ങൾക്ക് പാൽപ്പായസത്തിനുള്ള തിരക്കാണ്, ഒട്ടും കിട്ടില്ല എന്നറിയാമായിരുന്നു. ഞങ്ങൾ നേരത്തെ മുൻകൂട്ടി ശനിയാഴ്ച വരാനിരുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ, അപ്പം ബുക്ക് ചെയ്തൊന്നുമില്ല പായസത്തിന്. പിന്നെ ഞങ്ങൾക്ക് അത്യാവശ്യം വേണമെങ്കിൽ തന്നെ അവിടെ ചിറ്റപ്പനൊക്കെ ഉണ്ട്, ചിറ്റപ്പനോട് പറഞ്ഞാൽ ആക്കി തരുമായിരുന്നു. പിന്നെ ഞങ്ങൾ ഇനി ആവട്ടെ എന്നും പറഞ്ഞിട്ട് അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് പ്രസാദമൊക്കെ വാങ്ങി സമാധാനത്തോടെ സന്തോഷത്തോടും കൂടി ഞങ്ങൾ എല്ലാം തൊഴുത് നടന്നൊക്കെ കണ്ട് ഇറങ്ങാം കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ പുറത്ത് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടതൊക്കെ കുറച്ച് അതിൻ്റെ കൂടെ ചേർക്കണുണ്ടേ. അപ്പോൾ ഇത്രയും നേരം ഇത് കൂടി കണ്ടതിന് എല്ലാവരോടും താങ്ക് യു. അപ്പോൾ ഇനി വരുന്ന വീഡിയോസ് ഇതുപോലെ കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.